നമസ്കാരം. വീണ വിജയനെതിരായ അന്വേഷണം രാജ്യത്തെ തന്നെ ഉന്നത അന്വേഷണ ഏജൻസി ഏറ്റെടുത്തതോടെ വാലിന് തീപിടിച്ച അവസ്ഥയിലാണ് പിണറായി വിജയൻ. അന്വേഷണം ഊർജിതമാകുന്നതോടെ അറസ്റ്റ് മുന്നിൽ കണ്ട പിണറായി വിജയൻ അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ സുപ്രീം കോടതി തള്ളി. ഇതോടെ മകളുടെ അറസ്റ്റ് തടയാനാകില്ല എന്നുറപ്പായിരിക്കുകയാണ് പിണറായി സഖാവിന്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി KICDC ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ കിട്ടി എന്നാണ് പുറത്തുവരുന്ന സൂചന. 3.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ KICDCയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ SFIO സംഘം ശേഖരിച്ചു. ഈ സാഹചര്യത്തിലാണ് 4 അംഗ സംഘം മാത്രം പരിശോധനയ്ക്ക് എത്തിയത്. CMRLൽ നിന്നും പിടിച്ചെടുത്ത രേഖകളും മൊഴികളും സംഘം വിലയിരുത്തുകയാണ്. ഇതിനുശേഷം എക്സാലോജിക്കിലേക്ക് അന്വേഷണം നീളും. അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് KICDC നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതിന് 1 മണിക്കൂർ മുൻപായിരുന്നു പരിശോധന. സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചില്ല. പൊതുമേഖലാ സ്ഥാപനമായ KICDCക്ക് എന്താണ് ഒളിച്ചുവെക്കാൻ ഉള്ളത് എന്ന് കോടതി ചോദിച്ചു. ഫലത്തിൽ ഇനി ആർക്കും ഈ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും ആകില്ല. ഇതിന് പിന്നാലെയാണ് പിണറായി വിജയന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളിയത്. വീണ വിജയനെ ചോദ്യം ചെയ്യൽ തന്നെയാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ സമരം ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കെയാണ് തലേന്ന് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KICDCയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തിയത്. SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന KICDC ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. പരിശോധനയ്ക്ക് എത്തുമെന്നും ഇതിനു മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിലിൽ അയച്ചു നൽകണമെന്നും SFIO ചൊവ്വാഴ്ച KICDCയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതിയിൽ CS വൈദ്യനാഥൻ തന്നെ ഹാജരായി. എന്നിട്ടും പരിശോധനയ്ക്ക് സ്റ്റേ നൽകിയില്ല. CMRL എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയ്ക്കൊപ്പം തന്നെ KICDCക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം, SFIO അന്വേഷണം എന്നിവയ്ക്കുള്ള ഉത്തരവുകൾ, രേഖകൾ ഹാജരാക്കാനുള്ള നോട്ടീസ് എന്നിവ നിയമവിരുദ്ധമാണ് എന്നും റദ്ദാക്കണം എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇതാണ് തള്ളുന്നത്. കമ്പനി നിയമം 210 വകുപ്പ് പ്രകാരം പൊതു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നിയമത്തിന്റെ 212 വകുപ്പ് പ്രകാരം SFIO അന്വേഷണവും ആരംഭിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നും KICDC പറഞ്ഞു. തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല. 2 സ്വകാര്യ കക്ഷികൾ പണം നൽകിയതിന് എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനമായ KICDCക്കെതിരെ അന്വേഷണം നടത്തുന്നത് എന്നീ വാദങ്ങളും ഉന്നയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി രേഖകൾ നൽകാതെ ഒഴിയുന്നതിന് കാരണങ്ങളില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചു. സ്റ്റേ ആവശ്യം അംഗീകരിക്കാതിരുന്ന കോടതി ഹർജി 12-ന് തന്നെ പരിഗണിക്കാനായി മാറ്റി. ഈ കേസിലെ തുടർ നടപടികൾ ഇനി അതിനിർണായകമാകും. അത് വീണ വിജയന്റെ ജയിൽവാസത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാവും.